അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരാളുമായിട്ടാണ്. അപ്പോൾ ഇന്ന് വീട്ടിൽ തേങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇളനീര് കിട്ടി. അപ്പോൾ സാധാരണ ഇളനീര് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കാമ്പും അതുപോലെ വെള്ളമൊക്കെ കുടിക്കുകയാണ്, നോർമലായിട്ട് കുടിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും റെസിപ്പി ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ടി വിയിൽ നമ്മുടെ മെറിബോയുടെ ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീമിൻ്റെ പരസ്യം കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഒരു ഐസ്ക്രീം തന്നെ ആക്കി കളയാമെന്ന്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുന്ന ഒരു അടിപൊളി ഐസ്ക്രീമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് മുന്നേ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാർ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ വേഗം പോയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഞാനിതാ അവിടെ ഇങ്ങനെ ഇളനീര് മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 2 ഇളനീര് നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. 2 ഇളനീരിൻ്റെ വെള്ളം എടുക്കുന്നില്ല, നമുക്കിതിലേക്ക് 1 ഗ്ലാസ് വെള്ളമാണ്, ഇളനീരിൻ്റെ വെള്ളമാണ് ആവശ്യം. അപ്പോൾ 1 ഗ്ലാസ് ഇളനീരിൻ്റെ വെള്ളം എടുക്കുന്നുണ്ട്. പക്ഷെ 2 ഇളനീര് ഞാനിവിടെ മുറിക്കുന്നുണ്ട്, കാരണം അതിൻ്റെ കാമ്പ് 2 കാമ്പ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ 1 മാത്രമേ മുറിച്ച് കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത്യാവശ്യം പാടുപെട്ടു ഞാനൊരു ഇളനീര് മുറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ടില്ലേ, നമുക്ക് പാകത്തിന് അങ്ങോട്ട് മൂത്തിട്ടുമില്ല, എന്നാൽ അത്യാവശ്യം പാകത്തിനുള്ളത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അവിടെ കുറച്ച് ഇളനീരിൻ്റെ കഷ്ണങ്ങൾ മുറിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര പൊടിച്ചത് എടുത്തിട്ടുണ്ട്, മിൽക്ക് മെയ്ഡും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് മുഴുവനായിട്ടുള്ള ആ മുറിച്ച് വെച്ചിട്ടുള്ള ഇളനീര് നന്നായിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ വെള്ളം കൂട്ടിയിട്ട് ഇളനീരിൻ്റെ വെള്ളം കൂട്ടിയിട്ടാണ് ഈ ഒരു മിക്സ് അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് വേറൊരു മിക്സ്ഡ് ജാറിലേക്ക് വിപ്പിംഗ് ക്രീമാണ് ചേർക്കേണ്ടത്. അപ്പോൾ അത് നമുക്ക് നല്ല തണുത്ത വിപ്പിംഗ് ക്രീം ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാവും. പിന്നെ അതുപോലെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഇളനീരും അതുപോലെ തന്നെ ഇളനീരിൻ്റെ കാമ്പും വെള്ളം എടുത്തിട്ടാണ് നമ്മൾ അരച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് മധുരം, കാരണം തണുത്ത് കഴിഞ്ഞാൽ കുറച്ച് മധുരം കുറയും. അപ്പോൾ ആവശ്യത്തിനുള്ള മധുരം കൂടി ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ഐസ്ക്രീമിൻ്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ടുള്ളത്. അതിലേക്ക് ഒഴിച്ചിട്ട് നമുക്കൊരു ഏകദേശം 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതിന് ശേഷം പുറത്തെടുത്തിട്ട് വീണ്ടും നമ്മളിത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കുകയാണ് കേട്ടോ. കണ്ടോ, ഒരു ക്രീമി ടെക്സ്ചറായി കിട്ടി, ഒന്നും കൂടി നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക. നിങ്ങളിപ്പോൾ അരച്ചെടുക്കുമ്പോൾ മധുരം പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടിയും പഞ്ചസാര പൊടിച്ചത് ചേർക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഞാൻ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ക്രീമി ടെക്സ്ചറായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഇളനീര് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, എല്ലാ സ്ഥലത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് ജസ്റ്റ് തട്ടി കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 6 to 7 മണിക്കൂർ നമ്മളിത് ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് സ്കൂപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സ്കൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കയ്യിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. സ്റ്റീലിൻ്റെ കയ്യിലുണ്ടല്ലോ, അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ നമുക്ക് സ്കൂപ്പ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാനുള്ള ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് ഇളനീരിൻ്റെ ഇങ്ങനത്തെ ഒരു പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ട് അതിലാണ് നമ്മൾ ഐസ്ക്രീം വെക്കുന്നത് കേട്ടോ. ഇങ്ങനെ വേണമെന്നൊന്നുമില്ല, ഞാൻ ഫോട്ടോയ്ക്കുള്ള ഭംഗിക്ക് വേണ്ടിയിട്ട് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം ഒന്ന് ഉണ്ടാക്കി നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.